ഗൈസ് അപ്പം ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ഗോബി എങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കോളിഫ്ലവറാണ് എടുക്കുന്നത്. കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അത് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷമായിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കണം. നന്നായി വേവിച്ചെടുക്കണം. വെന്തുടയാനും പാട്ടിൽ ഒരു പകുതി കുക്കായിട്ട് എടുക്കണം. വെള്ളത്തിൽ നിന്ന് ഊച്ചിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമായിട്ട് വീണ്ടും ചേർക്കേണ്ടതുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അരിപ്പൊടി ഒരു 2-3 ടീസ്പൂണും ഇടുക. അതിന് ആവശ്യത്തിനനുസരിച്ച് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. ഇതിൽ ഞാൻ കോൺഫ്ലവർ ഒന്നും ചേർക്കണില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഇടുന്നത് നമ്മുടെ ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായി അതിനെ കുഴച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഫ്രൈ പാൻ ചൂടായിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിരിക്കുന്നത് ചെരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഒരുപാട് ഓയിൽ യൂസ് ചെയ്യേണ്ട എന്നൊരു ഇത് വേണ്ടിയിട്ടാണ്. നമ്മളിത് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ എണ്ണ വാർന്ന് വരും ചെയ്യും. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ അടുത്തതും വറക്കാം കേട്ടോ. അപ്പോൾ എന്താണ് സിമ്പിളായിട്ട് നമുക്ക് വേഗം ഒക്കെ ചെയ്ത് കഴിയാനും പറ്റും. ഓയിൽ അധികം യൂസ് ചെയ്യേണ്ടിയും വരില്ല. അപ്പോൾ ഞാനിത് വറുത്തെടുത്തതിന് ശേഷം ഞാനിത് ടിഷ്യൂ പേപ്പറിലേക്കാണ് മാറ്റണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടുക. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.